ഗൈസ്, ഒരു മിനി വ്ളോഗിലേക്ക് വെൽക്കം. ഓണം കവറായില്ലേ? അരുണിൻ്റെ വീട്ടിലൊന്ന് പോവാണ്. ഇപ്പം താഴെ കമൻ്റ് ഇടാൻ വരും, അമ്മയല്ല അമ്മായി അമ്മ, അച്ഛനല്ല അമ്മായി അച്ഛൻ, അമ്മായി അല്ല അമ്മായി. അങ്ങനെ കമൻ്റ് ഇടാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നോലോട് സീറ്റ് ബെൽറ്റ് ഇട്ട് തരാനിട്ട് ആള്. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടാൻ വരുന്നോലോട് നിങ്ങൾ കമൻ്റ് ഇടി. അപ്പം ഞാനൊന്ന് പൂമലി പോവാണ്. പിള്ളേരുണ്ട്, കാറുണ്ട്. അല്ല, അമ്മനെ കാണുമ്പോൾ വരുന്ന കമൻ്റ് എന്താണെന്നറിയോ? അമ്മയല്ല അമ്മായി അമ്മ. അപ്പം ഇന്ന് പോവാണ്. ചെറിയൊരു തൊണ്ടവേദനയാണ്. പെട്രോൾ അടിക്കണം. ഇന്നലെ 11 മണിയായപ്പോൾ ഞാൻ പിന്നെ പമ്പിലൊന്നും കയറാണ്ടിങ്ങ് പോകുന്നതാ. നമ്മളെ റോഡ് എത്തിയാരെ ബ്ലിങ്ക് ചെയ്തതാ. പെട്രോൾ ഓണത്തപ്പനെ വെച്ചതിൻ്റെ അതിരി എൻ്റെ നിലയിലും ഒരു അപ്പനുണ്ട്. ഇനി ഉപേക്ഷിച്ച് പോയില്ല. അപ്പം അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ. അവിടെ എത്തിയിട്ട് കാണാം, പറയാം, അറിയിക്കാം, പറയിപ്പിക്കാം, കേൾപ്പിക്കാം, നോക്കിക്കാം, ചെയ്യിക്കാം, ന്യൂലല്ലിക്കാം. അപ്പം എല്ലാവരോടും അങ്ങോട്ടത് അമ്മയ്ക്ക് നേരം കഴിഞ്ഞ കോപ്പിറൈറ്റ് ഉണ്ട്. എന്റെ തലയിൽ ഇടണ്ടല്ലോ. ബിരിയാണി ഉണ്ട്, അമ്മയുണ്ട്, ബിരിയാണി ഉണ്ട്, സ്പൂണുണ്ട്. പിള്ളേർ പറഞ്ഞപ്പോൾ ചെറിയൊരു ആശ്രമം. ചപ്പാത്തി എന്താ വരാത്ത? ആട്ടപ്പൊറോട്ട എന്ന് പറയുന്നത് ഗോതമ്പുണ്ട്. ആട്ടാൻ പറയുന്ന മതിയുണ്ട്, ഗോതമ്പല്ല. മറ്റേ മൈദോണ്ടല്ലേ. അങ്ങനെ അരുണിൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇനി ഗൈസ് കറി വെക്കണം. ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉച്ചക്കേക്ക് കുറച്ച് കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവരും പുട്ടും കടലയും രാവിലേക്കൊക്കെ വെക്കുക. ഞാൻ ഉച്ചക്കേക്ക് വെച്ച് ഞാൻ ചുമ്മാ അങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അതിവർ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി അവർ ഉച്ചക്കത് കഴിച്ചു. അപ്പോൾ വേറെ ഒന്നും ഞാൻ കറിയാക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ചിക്കനോ മീനോ മേടിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അന്നപ്പോഴേക്കും പിന്നെ ലേറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ രാത്രിയൊക്കെ ഇതാക്കാം. പിന്നെ ഉച്ച കഴിഞ്ഞാൽ അരുണിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോരുള്ളൂ. അപ്പോൾ പിന്നെ വെക്കണ്ട. അപ്പോൾ വരുന്ന വഴിക്ക് ചിക്കൻ വാങ്ങിക്കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ചിക്കന് കറി വെച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ. ചിക്കൻ കറി വെച്ചിട്ട് വേണം കിടക്കാനെന്ന് പറയാൻ കാരണം രാവിലെ എല്ലാവരും ലേറ്റായിട്ടാണ് എണീക്കുക.
ചിലർ 10 മണിക്ക് എണീക്കും, ചിലർ 9 മണിക്ക് എണീക്കും, ഞാൻ 11 മണിക്ക് എണീക്കും. അപ്പോൾ എഴുന്നേറ്റ പാടക്ക് ഇവന്മാർക്കൊക്കെ വിശക്കും. അപ്പോൾ രാവിലെ എണീറ്റ് എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞൊടറിയും എന്നാൽ പിന്നെ അമ്മ ഹോട്ടലിൽ പോയിട്ട് മേടിക്കാൻ. അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ദിവസം ഇങ്ങനെ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നതും നല്ല ഒരു കാര്യമല്ല. ഇന്ന് രാത്രി ഹോട്ടൽ ഫുഡായിരിക്കും, ഇന്നലെ രാത്രി ഹോട്ടൽ ഫുഡായിരിക്കും, മിനിയാന്ന് വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ അതൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം കറി വെച്ച് വെച്ചാൽ രാവിലെ ചപ്പാത്തിയും കണ്ട് മേടിച്ചിട്ട് ചപ്പാത്തിയും ചിക്കനും ഒക്കെ അല്ലേ, പുട്ടുപൊടി ഉണ്ട്, പുട്ടുപൊടി ഒഴിച്ച് വെച്ചാൽ രാവിലേക്കുള്ളതായി. കുറച്ച് ചിക്കനും പൊരിച്ച് വെച്ചാൽ അവരെ രാവിലേക്ക് എനിക്കൊന്ന് നടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പം കറി വെച്ചിട്ട് അതിനത്ര സമയമൊന്നും ആയിട്ടില്ല കേട്ടോ, 9:10 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ സമയമുണ്ട്. ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ട് പൈസ വന്നപ്പം എന്താ എന്തോന്ന് ചിക്കൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. അപ്പം അങ്ങനെയാണ്. ഞാൻ പോയി ചിക്കൻ കറി വെച്ചിട്ട് വരാട്ടോ. അവിടേക്ക് പോയി കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് വീട്ടിലെത്തിയേക്ക്.